നമ്മളിപ്പോ ആൾക്കാരെ വിലയിരുത്തുകയാണെങ്കിൽ രണ്ടെണ്ണമായിട്ടാണ് ഞാൻ പറയുന്നത്. ഒരാൾ യാത്ര ചെയ്യുന്ന ആൾക്കാരും ചെയ്യാത്ത ആൾക്കാർ. ചെയ്യുന്ന ആൾക്കാരെ മൈൻഡ് തന്നെ വേറെ റേഞ്ച് ആയിരിക്കും. അവരുടെ ചിന്താഗതികളും അവരുടെ കാഴ്ചപ്പാടും ഒരു വിഷയത്തെ ആ ഒരു യാത്രയിൽ ഒരുപാട് സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. യാത്രയിൽ വെറുതെ സ്ഥലം കാണാൻ ഒരുപാട് എക്സ്പീരിയൻസ്, കൾച്ചേഴ്സ് ഇതൊക്കെ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അവർക്കൊന്നും തോന്നും നമ്മളൊന്നുമല്ല, നമ്മളെക്കാളും ബെറ്റർ ആൾക്കാർ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകൾ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം അതിന്റെ ഒരു ചേഞ്ചസ് അവരുടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കിക്കൊണ്ട് അവരൊരു വിഷയത്തോടുള്ള ഇടപെടലൊക്കെ മാറും. അപ്പൊ യാത്ര ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ മൈൻഡ് സെറ്റ് മാറും. ആൾക്കാരുടെ ഒരു സെറ്റപ്പ് മൊത്തം ചേഞ്ച് ആവും. അതാണ് യാത്ര ചെയ്യാതെ ഒരാൾ യാത്ര ചെയ്ത് പിന്നെ ആ ഒരു ചേഞ്ച് ആവും. മറ്റെന്താ നമ്മളൊരു പ്രത്യേക ഒരു ഷെല്ലിലുണ്ട് ജീവിക്കണം. അപ്പൊ അവർക്ക് അവിടുത്തെ ആൾക്കാരെ അവിടുത്തെ കൾച്ചറും അവിടുത്തെ സ്വഭാവം അറിയുള്ളൂ. അപ്പൊ അത് ഭയങ്കര അതെ. അപ്പൊ നമുക്ക് ഒന്നും കൂടി നമ്മളെ മൈൻഡ് വിശാലാവും. കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടി വിശാല മനസ്സിൽ കാണും. അത് മൊത്തത്തിൽ നമ്മളെ ഒരു സെറ്റപ്പിനെ ചേഞ്ച് ആക്കും. ആ ചേഞ്ച് നമ്മളെ ലൈഫ് ലോങ് മാറ്റങ്ങൾ വരുത്തും. മൊത്തത്തിൽ മാറ്റം വരും. അത് യാത്ര ചെയ്താൽ തന്നെ അതിന്റെ ഫീല് കിട്ടുള്ളൂ. അതാ നേരത്തെ പറയാം യാത്ര ലഹരിയാന്ന് പറഞ്ഞത്. ആ ലഹരിക്ക് ഒരാൾ കയറി കഴിഞ്ഞാല് പിന്നെ എല്ലാ വർഷവും കിട്ടുന്ന അവസരങ്ങളൊക്കെ യാത്ര ചെയ്യും. അതാണ് യാത്രയുടെ പ്രത്യേകത.